We will wind up this particular module by doing some 2 or 3 problems in inverse Fourier transform, as well as yesterday itself I have told you how to do an analysis of an LTI system. Because we know how to do an analysis of an LTI system using Laplace transform. In case if you have not seen that particular video, go and see it. Okay, LTI transform analysis using Laplace transform, we have done quite a number of problems actually. Same concept. Already I have done one problem in a previous video. Check out that. And today we are going to do a problem on this as well, and then we are going to wind up the module 3. Okay. And one more important thing I would like to tell you that look, these the problems which I am doing, I am taking like 2 to 3 problems in a group actually. Okay, എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ യൂണിവേഴ്സിറ്റിയിൽ എവിടെ ചോദിക്കും, ഏത് തരത്തിൽ ചോദിക്കും, നമ്മൾ ഒരു മെഷർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും 100% സാറ്റിസ്ഫാക്ഷൻ എനിക്കില്ല, മനസ്സിലായോ? സോ ഇത് ഞാൻ പറയുന്നത് പോലെ I cannot do it alone. I need the help of you. Okay, so you have to refer lot many YouTube videos or lot many actually books. Actually I prefer books actually. YouTube videos ചില വീഡിയോസ് വേറെ വേറെ അപ്രോച്ചുകൾ ചെയ്യുന്നുണ്ട്. ആൻസർ സെയിം ആയിട്ട് തന്നെ കിട്ടും, പക്ഷേ ചിലപ്പം ചില സ്റ്റുഡൻറ്റ് ദേ മേ ബി കൺഫ്യൂസ്ഡ്. ഓക്കെ, സോ ഫോർമുലാസിൻ്റെ സ്ട്രക്ചർ ചില സമയങ്ങളിൽ ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും, ചില ടൈം അവർ ചെയ്യുന്ന പ്രൊസീജിയർ ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. ആൻസർ സെയിം ആയിട്ട് തന്നെ ഉണ്ടാവും, മീനിങ് സെയിം ആയിട്ട് തന്നെ ഉണ്ടാവും, പക്ഷേ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചിലപ്പം you may be tempted to lead in a wrong way. So I always believe that books cannot be replaced. Okay, I suggest you to I suggest you to purchase a book immediately. Okay, so having said that, let me do a problem on inverse Fourier transform. In fact, you have to understand the online recording thing, and actually so online recording ulla buddhimattu ningalku ariyilla. For example, this particular class I am taking it for the second time. You may ask how. ഞാൻ റെക്കോർഡിംഗ് കൊടുത്തു, റെക്കോർഡിംഗ് ഒരു 25 മിനിറ്റ്സിൻ്റെ റെക്കോർഡിംഗ് ആണ്. ഇത് ഫസ്റ്റ് പ്രാവശ്യമാണ് എനിക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഈ 25 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം വീഡിയോ കൺവേർട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ ഓഡിയോ ഇല്ല, മൈക്ക് കുത്താൻ മറന്നുപോയി, മനസ്സിലായോ? അപ്പോൾ ലാപ്ടോപ്പിൻ്റെ മൈക്ക് ഡിസെൻഗേജ്ഡ് ആണ്. അപ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും I really want you to step in actually. നമുക്കറിയാം സിറ്റുവേഷൻ ബാഡ് ആണ്, പക്ഷേ I really want you to step in, and actually this is a very good opportunity for you people to flourish actually, because most of the students might have given up already, some other students. അപ്പോൾ ഇലക്ട്രിക്കൽ ഡിമാൻഡ് അടുത്ത ഒരു 10 വർഷത്തേക്ക് നമ്മളാണ് രാജാവ്, അതിൽ ഒരു സംശയം വേണ്ട. ബിക്കോസ് ഇലക്ട്രിക് ഹൈബ്രിഡ് ടെക്നോളജീസ് ഒക്കെ ഭയങ്കരമായിട്ട് മുകളിൽ വരുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഈ ഹൈബ്രിഡ് ടെക്നോളജീസ് എപ്പോഴാണ് വരാൻ പോണത്? ഇപ്പം ആൾറെഡി വന്നു കഴിഞ്ഞു, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ദ പീക്ക് മേ ബി അറൌണ്ട് 3 years. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ബെസ്റ്റ് ടൈം ഫോർ യു ടു ഫ്ലോറിഷ്. ഓക്കെ, സോ അതുപോലെ വേറൊരു സിറ്റുവേഷൻ ഉണ്ട്. ഈ പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് കുറേ കുട്ടികൾ ഇങ്ങനെ താഴോട്ട് പോകാൻ തുടങ്ങി കാണാം, പബ്ജിയും കളിച്ച്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ റിയലി ഇഫ് സംബഡി വാണ്ട്സ് ടു സ്റ്റെപ്പ് അപ്പ്, ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ആക്ച്വലി, ബെസ്റ്റ് ടൈം ടു ഡു ഇറ്റ്. 2 സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് പാൻഡമിക് സിറ്റുവേഷൻ ഉണ്ട്, ഈ ഒരു സിറ്റുവേഷൻ. രണ്ടാമത്തത് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എസ്പെഷ്യലി കേരളയിൽ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. ഗ്രീൻ ബേസ്ഡ് റെവല്യൂഷണറി പ്രോജക്ട്സ് ഒക്കെ തുടങ്ങി ആക്ച്വലി. അപ്പോൾ ആ സമയത്തിൽ യു ക്യാൻ ഫ്ലോറിഷ് യുവർ സെൽഫ്. സോ പ്ലീസ് സ്റ്റാർട്ട് ടു ആക്ച്വലി പുട്ട് അപ്പ് എ ഹ്യൂജ് എഫേർട്ട് ആക്ച്വലി. ലാസ്റ്റ് 1 വർഷമല്ലേ, ഒരു 1.5 വർഷം മാക്സിമം കൂടിപ്പോയാൽ. ഈ വർഷത്തിൽ മാക്സിമം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, എൻജോയ് ചെയ്യുക, ലൈഫിൽ അടിച്ചു പൊളിക്കുക എന്ന് പറയാനുള്ളത്. അതുപോലെ ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ടു ഡു ദിസ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം. x of omega is equal to j omega plus 12 divided by j omega square plus 5j omega plus 6. Look, ഇത് പ്രോബ്ലം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആൾമോസ്റ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ അപ്രോച്ചാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് എടുത്തു. പാർഷ്യൽ ഫ്രാക്ഷൻസ് എന്തിനാണ് നമ്മൾ എടുത്തത് ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ? പാർഷ്യൽ ഫ്രാക്ഷൻസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു സാധാരണ ഒരു അപ്രോച്ചിലോട്ട് കൊണ്ടുവന്നു, അല്ലേ? അപ്പോൾ സാധാരണ ഒരു ഈക്വേഷൻ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നു.
I mean, why I am calling this as a sadharana equation, normal equation? Because this equation the Laplace transform pair നമുക്ക് അറിയാൻ പറ്റും, already നമുക്ക് അറിയും. Okay, so complicated equation is somehow manipulated in such a way that I can fix a Laplace transform pair very easily. Okay, അപ്പോൾ ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ഈക്വേഷന് എങ്ങനെയെങ്കിലും പാർഷ്യൽ ഫ്രാക്ഷൻസ് യൂസ് ചെയ്ത് ട്രിക്സ് യൂസ് ചെയ്ത് ആ ട്രിക്സ് ഒക്കെ നമ്മൾ എക്സ്പീരിയൻസിലോട്ടേ വരത്തുള്ളൂ. ആ ട്രിക്സ് യൂസ് ചെയ്ത് ലേമൻ ഐ മീൻ ആക്ച്വലി ലാപ്ലാസ് ട്രാൻസ്ഫോം പെയർ ഉണ്ടല്ലോ, ഇവിടെ ഫോറിയർ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം പെയർ നമുക്ക് കുറേ അറിയാമല്ലോ, ആ ലെവലിലോട്ട് എത്തിക്കളയണം, ആ ലെവലിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, ഐ എം ഗോയിങ് ടു ഡു ദ സെയിം തിങ് ഹിയർ. സോ ലെറ്റ്സ് ട്രൈ ടു ഡു ദിസ്. എക്സ് ഓഫ് ഒമേഗ j omega plus 12 divided by j omega plus 2 into j omega plus 3. Okay, തെറ്റുണ്ടെങ്കിൽ പറയണം കേട്ടോ. Then what I can do? ഇത് correct അല്ലേ? Okay, correct. ഇപ്പോൾ I am going to use partial fraction expansion technique which we have studied already to find the value. I mean, to actually to reduce this particular equation into simple pairs actually. Okay, how to do that? A by j omega plus 2 plus b by j omega plus 3, and the value of a is equal to, ഞാനത് already എൻ്റെ നോട്ടിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ടാണ് എഴുതുന്നുണ്ട്. ബട്ട് ഐ സജസ്റ്റ് യു ടു ഡു ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. തെറ്റുണ്ടെങ്കിൽ പറയാമല്ലോ. അപ്പോൾ b is equal to -9. So how we can write this particular equation? Let's go to the next. How we can write this? X of omega can be written as 10 by j omega plus 2 minus 9 by j omega plus 3. Okay, അപ്പോൾ ഈ ഫോർമുല നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഫോറിയർ ട്രാൻസ്ഫോം പെയർ നമുക്ക് ഇതുപോലെ ഇക്വേഷൻസ് കുറേ അറിയാം ആക്ച്വലി. ഫോർ എക്സാമ്പിൾ ഇതുണ്ടല്ലോ 1/j omega plus a, ഈ ഫോർമുലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട്, പാർഷ്യൽ ഫ്രാക്ഷൻസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്താ? ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം വെച്ചാൽ e power minus at u of t. Simple, right? So how we can write this equation? Applying inverse Fourier transform on equation 1 will yield me x of t is equal to 10 into e power minus 2t u of t. Equation used to, e pair used to, relation used to, okay, minus 9 into e power minus 3t u of t. Simple problems are okay. എക്സാമ്പിൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റഡ് ആയിട്ട് ചോദിക്കും, പക്ഷേ നമുക്ക് ട്രിക്ക് അറിയുന്നത് കൊണ്ടും പ്രോപ്പർട്ടീസ് അറിയുന്നത് കൊണ്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നമ്മൾ ട്രിക്ക് അറിയണം. ട്രിക്ക് എങ്ങനെ അറിയാൻ പറ്റും? എക്സ്പീരിയൻസ്. ഓക്കെ അല്ലേ? കുറേ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ അല്ലേ? സോ രണ്ടാമത്തത് ഒരു ഹോംവർക്കാണ്. ഈ ഹോംവർക്ക് സബ്മിറ്റ് ചെയ്ത ശേഷം അറ്റൻഡൻസ് ഇടാം. ഓക്കെ, അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്. അപ്പോൾ അറ്റൻഡൻസ് ഇടുന്നതിന് മുന്നേ ലൈക്ക് ഈ ഹോംവർക്ക് മാൻഡേറ്ററി ആണ്. Find inverse Fourier transform for x of omega is equal to j omega divided by j omega plus 2 whole square. Okay, somehow use a partial fraction to simplify this equation, like 1 by j omega plus a, something like that. Okay, and then use the inverse Fourier transform because we know the pairs. Okay, try to do this. So third problem is they have given you h of omega, that is nothing but 16 by 4 plus j omega. What is h of omega? Impulse response, frequency response, impulse response. About find, what they are asking is find the time domain response of, find the time domain response y of t for the input x of t is equal to u of t. അപ്പോൾ x of t ഉണ്ട് നമ്മളുടെ കയ്യിൽ, h of omega ഉണ്ട്, അപ്പോൾ y of t ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ what should we do? We know a relation, x of t convolution with h of t is equal to
y of t. This is how you calculate y of t. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. What is the problem? Convolution. Convolution അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ എക്സാം തീരുന്നത് വരെ നമ്മൾ കൺവല്യൂഷൻ തന്നെ ചെയ്തിട്ടിരിക്കും. അപ്പോൾ സ്മാർട്ടായിട്ട് ഐഡിയ എന്ന് പറഞ്ഞാൽ എവറിത്തിങ് വിൽ കൺവേർട്ടഡ് ഇൻ ടു ഫ്രീക്വൻസി ഡൊമൈൻ. ഹൗ ടു ഡു ദാറ്റ്? അപ്പോൾ എക്സ് ഓഫ് ടി ഉണ്ട്. അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പകരം നമ്മൾ എക്സ് ഓഫ് ഒമേഗ കണ്ടുപിടിക്കണം. എക്സ് ഓഫ് ഒമേഗ of u of t, I am writing it directly because I know it as a pair. So this one, so h of omega namak already ariyam, it's something like 16 by 4 plus j omega. So what is y of t now? Y of t innu direct aayittu kandupidikkan pattillalo. Y of omega kandupidikam. Y of omega is nothing but x of omega into h of omega. So x of omega, what is it? Pi into del of omega plus 1 by j omega into 16 by 4 plus j omega. So manipulation ചെയ്തേക്ക് എങ്ങനെയാണ് മാനിപ്പുലേഷൻ ചെയ്യുന്നത്? നമ്മൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം, എവിടെയൊക്കെ ആഡ് ചെയ്യണം അവിടെയൊക്കെ ആഡ് ചെയ്യും. അവസാനം നിങ്ങൾ കൊണ്ടുവരുന്ന ഫോം ചോദ്യം കണ്ട y of t ആണ്. y of t എടുക്കണം, പക്ഷെ നമുക്ക് ഉള്ളത് y of omega ആണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവരേണ്ട ഫോം ട്രിക്ക് യൂസ് ചെയ്തിട്ട് ഈ ഫോറിയർ ട്രാൻസ്ഫോം പാരന്റ് ഷേപ്പിലേക്ക് കൊണ്ടുവരണത്. ഓക്കെ അല്ലേ? ഞാൻ ഇതിന്റെ മാനിപ്പുലേഷൻ നിങ്ങളുടെ കയ്യിൽ വിട്ടു. ഫൈനൽ ഫോം ഐ എം റൈറ്റിംഗ് 4 പൈ ഡെൽ ഓഫ് ഒമേഗ പ്ലസ് 4 ബൈ ജെ ഒമേഗ മൈനസ് 4 ബൈ 4 പ്ലസ് ജെ ഒമേഗ. ഓക്കെ അല്ലേ? ഇത് ഡയറക്റ്റായി എഴുതിക്കുക, എനിക്കിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, സോ ഇത് ഈക്വേഷൻ 1 എന്ന് വെച്ചോ. നൗ ടേക്കിംഗ് inverse Fourier transform of equation 1 is simple ആണല്ലേ. 4 into u of t, ഈ രണ്ടും കൂടിയിട്ട് 4 into u of t, then minus 4 into e power minus 4t u of t. ഒന്നും ചെയ്തില്ല. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഫോറിയർ ട്രാൻസ്ഫോം പാർ എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തു. പക്ഷേ ഇവിടെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ കളി ഇവിടെയാണ്. യുവർ ഗെയിം ഈസ് ഹിയർ. മാനിപ്പുലേഷനിൽ ചെയ്തു വരുമ്പോൾ യു ഷുഡ് നോ ദ ഫോറിയർ ട്രാൻസ്ഫോം പാർ റിയലി വെൽ. അപ്പോൾ ഫോറിയർ പാർ നമ്മൾ മെമ്മറൈസ് ചെയ്തേ പറ്റുള്ളൂ. ആൾറെഡി കുറേ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ഫോറിയർ പാർ അറിഞ്ഞാൽ അപ്പോൾ ലൈക്ക് മാനിപ്പുലേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടും. ലൈക്ക് ഏത് തരത്തിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ ഫോറിയർ ട്രാൻസ്ഫോം പാറിലേക്ക് നമ്മൾ എത്താൻ പറ്റും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം പാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ വൺ മോർ പ്രോബ്ലം. So let us wind this particular model with this particular problem. Consider the system described by y dash of t plus 2 into y of t is equal to x of t plus x dash of t. I hope you remember in class, in module 1, I had told you that analog systems will be represented by differential equations. Am I right? So differential equations നമ്മൾ അത് represent ചെയ്യാൻ പറ്റും, right? So what does it mean? ഈ y dash of t എന്ന് പറയുന്നത് one time differentiation ആണ് അല്ലേ? ഈ suppose y double dash of t means 2 times differentiation ആണ്. So that means rate of change of the y with respect to time. അതാണ് meaning. ഇത് how I can write dy by dt. So that I can write it like y dash, right? Simple representation. Okay. So നമ്മൾ ഇത് എങ്ങനെ എഴുതാം? Yeah, so I am going to apply ചോദ്യം ഞാൻ തന്നില്ലല്ലോ. So this is the given system. You have to find the impulse response of the particular system. H of t ആണ് അവർ ചോദിക്കുന്നത്, h of omega അല്ല. They are asking you directly that you have to find h of t, impulse response of the system. So what I have to do now, say this is equation 1. So equation 1, I will take Fourier transform of equation 1. അപ്പോൾ Fourier transform of equation 1 ലാപ്ലാസ് ട്രാൻസ്ഫോം പോലെ തന്നെ ചെയ്താൽ മതി, ഒരു ടെൻഷൻ ഇല്ല. ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് ആൾറെഡി അറിയാം. അപ്പോൾ അതുപോലെ തന്നെ ചെയ്താൽ മതി, ഒന്നും ഡിഫറെൻ്റ് ആയിട്ട് ഒന്നും ചെയ്യണ്ട. ഇത് ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ എസ് ഇൻറ്റു വൈ ഓഫ് എസ് എന്നുള്ളതും അല്ലേ? അതുപോലെയാണ് ഇവിടെ ജെ ഒമേഗ ഇൻറ്റു വൈ ഓഫ് ഒമേഗ പ്ലസ് 2 ഇൻറ്റു വൈ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ഒമേഗ പ്ലസ് ജെ ഒമേഗ എക്സ് ഓഫ് ഒമേഗ നമ്മൾ എഴുതാൻ പറ്റും. അപ്പോൾ മാനിപ്പുലേഷൻ ഇത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ജെ ഒമേഗ പ്ലസ് 2
into y of omega is equal to 1 plus j omega. Sorry. 1 plus j omega into x of omega. So what I have to do now? We calculate h of t. But this equation ratio between y of omega and x of omega is nothing but h of omega. Y of omega by x of omega is nothing but h of omega. Appo h of omega kandupidicha shesham use inverse Fourier transform to find h of t. Athraye ullu. Nammal adana cheyan povunnathu. Okay le. So what next? So h of, let me write this, yes, here. So h of j omega is equal to, I am going to do this y of omega by x of omega. Ningal then take appo y of omega divided by x of omega. What I have to get? 1 plus j omega divided by 2 plus j omega. അടുത്തത് എന്താ? എനിക്ക് വേണ്ടത് h of t ആണ്. പക്ഷേ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പോവാ. ശ്രദ്ധിച്ചു നോക്കുക. What I am going to do is I am going to write it this way. 1 plus j omega plus 2 minus 2. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ പ്ലസ് 2 മൈനസ് 2 ഇത് എന്തിനാണ് സാർ എടുത്തത്? അടുത്ത സ്റ്റെപ്പിലോട്ട് നിങ്ങൾ മനസ്സിലാവും. ഇതാണ് ട്രിക്ക്. ആക്ച്വലി നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ലൈക്ക് സാറേ ഇത് മെമ്മറൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പറ്റില്ല, നടക്കില്ല. ഇത് ആക്ച്വലി ഈ ട്രിക്സ് ഒക്കെ നമ്മൾ ചെയ്ത് പഠിക്കണം. ഓക്കെ അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് കൊതങ്ങും. ഓക്കെ, സോ ഇത് എടുക്കുമ്പോൾ വാട്ട് ഐ വിൽ ഗെറ്റ് 2 പ്ലസ് ജെ ഒമേഗ ബൈ 2 പ്ലസ് ജെ ഒമേഗ മൈനസ് 1 ബൈ 2 പ്ലസ് ജെ ഒമേഗ. ഞാൻ സെപ്പറേറ്റ് ആക്കി എഴുതി. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഇത് 1 ആണല്ലോ. 1 minus 1 by 2 plus j omega. Why I did this? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും അല്ലേ? അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം പെയർ ഇതിനെ ഈസി ആയിട്ട് നമുക്ക് അറിയാം. ഫോറിയർ ട്രാൻസ്ഫോം പെയർ നമുക്ക് ആൾറെഡി അറിയാം, മെമ്മറൈസ് ചെയ്തു. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ h of t by taking by taking inverse Fourier transform, h of t is equal to 1 and inverse Fourier transform. What is it? H of t is equal to del of t minus the inverse Fourier transform pair by using pairs. Okay, e power minus 2t u of t. So this is the final equation. Okay, so module 3 over I. ഞാൻ ഒരു ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് സബ്മിറ്റ് ചെയ്തിട്ട് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾ മറ്റേ അറ്റൻഡൻസ് എൻറ്റർ ചെയ്തേക്ക്. പിന്നെ മോഡ്യൂൾ 4 നാളെ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാമ്പിളിങ്ങിൻ്റെ കാര്യം. ഞാൻ മോഡ്യൂൾ 1 സംസാരിക്കുമ്പോൾ ഡിജിറ്റൽ സിസ്റ്റം സംസാരിക്കുമ്പോൾ സ്ലൈറ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന്. ഓക്കെ, അപ്പോൾ സാമ്പിളിങ്ങിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും അതിൻ്റെ അപ്ലിക്കേഷൻസും അതിൻ്റെ അഡ്വാൻറ്റേജസും അത് ലൈക്ക് വൈ വി ആർ യൂസിങ് സാമ്പിളിംഗ് ആൻഡ് ഹൗ വി ഹാവ് ടു യൂസ് ഇറ്റ് ആൻഡ് 1 or 2 problems that we can see in the next module. Thank you very much.